കെപിസിസി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും നയിക്കുന്ന സമരാഗ്നി ജനകീയ പ്രക്ഷോഭയാത്ര ഫെബ്രുവരി 12, 13 തീയതികളിൽ വയനാട്ടിൽ 12-ാം തീയതി വൈകുന്നേരം കൽപ്പറ്റയിലാണ് പ്രക്ഷോഭയാത്രയ്ക്ക് സ്വീകരണം ഒരുക്കിയിട്ടുള്ളത്. ദേശീയ സംസ്ഥാന നേതാക്കൾ പങ്കെടുക്കുന്ന മഹാസമ്മേളനമാകും കൽപ്പറ്റയിൽ നടക്കുകയെന്ന് ഭാരവാഹികൾ പറഞ്ഞു. 13-ാം തീയതി പുത്തൂർവയൽ MS സ്വാമിനാഥൻ ഗവേഷണ നിലയം ഓഡിറ്റോറിയത്തിൽ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനായി ജനകീയ ചർച്ചാ സദസ്സ് നടക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കെപിസിസി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും നയിക്കുന്ന സമരാഗ്നി ജനകീയ പ്രക്ഷോഭയാത്ര നാളെ വൈകുന്നേരം 4-ന് കാസർഗോഡ് ആരംഭിക്കും. 12-ാം തീയതിയാണ് ജാഥ വയനാട്ടിലെത്തുക. ജാഥയ്ക്ക് കൽപ്പറ്റയിൽ ഉജ്ജ്വല സ്വീകരണം നൽകുമെന്ന് ചീഫ് കോർഡിനേറ്റർ കൂടിയായ കെപിസിസി വർക്കിംഗ് പ്രസിഡന്റ് ടി സിദ്ദിഖ് MLA അറിയിച്ചു. വയനാട് ജില്ലയിൽ സമരാഗ്നി യാത്ര കടന്നു വരുന്നത് 12-ാം തീയതി വൈകുന്നേരം 3 മണിക്ക് സമരാഗ്നി ജാഥ കൽപ്പറ്റയിൽ എത്തിച്ചേരും. കൽപ്പറ്റയിൽ വെച്ചുകൊണ്ടാണ് ജാഥയ്ക്ക് ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകന്മാരുടെ DCCയുടെ സ്വീകരണം ക്രമീകരിച്ചിരിക്കുന്നത്. കൽപ്പറ്റ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്താണ് ഈ പരിപാടിയുടെ ക്രമീകരണം നടത്തിയിട്ടുള്ളത്. 12-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം 3-ന് കൽപ്പറ്റയിൽ ആയിരങ്ങൾ പങ്കെടുക്കുന്ന മഹാസമ്മേളനം നടക്കും. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്താണ് സ്വീകരണ വേദി ഒരുക്കിയിട്ടുള്ളത്. ജില്ലയിൽ കൽപ്പറ്റയിൽ മാത്രമാണ് സ്വീകരണം. മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൻ്റെ ഭാഗമായുള്ള പ്രഭാത യോഗങ്ങളിൽ തഴയപ്പെട്ടവർ ഉൾപ്പെടെ വിവിധ മേഖലകളിൽ കഷ്ടത അനുഭവിക്കുന്ന സാധാരണക്കാരെ ഉൾപ്പെടുത്തി ചർച്ചാവേദി സംഘടിപ്പിക്കും. 13-ാം തീയതി പുത്തൂർവയൽ MS സ്വാമിനാഥൻ ഗവേഷണ നിലയം ഓഡിറ്റോറിയത്തിലാണ് പരിപാടി നടക്കുക. 12-ാം തീയതി ജാഥയെ 200 മീറ്റർ അകലെ വെച്ച് സ്വീകരിച്ചാണ് ജാഥാ നായകന്മാരെ വേദിയിലേക്ക് കൊണ്ടുപോകുന്നത്. ഇതോടനുബന്ധിച്ച് 11-ാം തീയതി എല്ലാ മണ്ഡലങ്ങളിലും വിളംബര ജാഥകൾ നടത്താൻ ആവശ്യമായ ക്രമീകരണവും നടപ്പിലാക്കി കഴിഞ്ഞു. വയനാട്ടിലെ വിവിധ വിഷയങ്ങളും ജനകീയ പ്രക്ഷോഭയാത്രയിൽ ഉന്നയിക്കും. വന്യമൃഗശല്യം, വയനാട് മെഡിക്കൽ കോളേജ്, ചുരം ബദൽ പാതകൾ തുടങ്ങിയ വിഷയങ്ങളാകും ഉന്നയിക്കുകയെന്നും നേതാക്കൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ DCC പ്രസിഡന്റ് ND അപ്പച്ചൻ, IC ബാലകൃഷ്ണൻ MLA തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൽപ്പറ്റ.